ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. എന്റെ ഫസ്റ്റ് വ്ളോഗാണ്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എക്സ്ക്യൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഗോപാലിലെ ന്യൂ മാർക്കറ്റിലേക്കാണ്. സോ നമുക്ക് അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. തിരക്കുണ്ട്. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ജസ്റ്റ് ഉള്ളിലേക്ക് പോകാം. ഹായ് ഹലോ. അപ്പം ഞാൻ നേരെ പോയത് ജീൻസിന് ഇടാൻ പറ്റിയ കുറച്ച് ടോപ്സ് നോക്കാനാണ്. ക്രോപ്പ് ടോപ്സും ടാങ്ക് ടോപ്സും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലിടാനുള്ള ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി. മെറ്റീരിയലൊന്നും കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഒരു 250 150 ആ ഒരു റേറ്റിലുള്ളതുണ്ട്, ഒരു 500 600 ആ ഒരു റേറ്റിലുള്ളതുമുണ്ട്. ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഒരു 250 ആണ്. കുഴപ്പമൊന്നുമില്ല, നല്ല മെറ്റീരിയലാണ്. 280 രൂപയ്ക്ക് ഇതൊന്നും കുഴപ്പമില്ലാത്ത മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനൊക്കെ ജീൻസൊക്കെ ഭയങ്കര റേറ്റ് കമ്മിയായിരുന്നു. ബോയ്സിനൊക്കെ പറ്റിയ കാർഗോസിൻ്റെ പാൻറ്റ്, ട്രാക്ക് സൂട്ട് അതൊക്കെ കുറച്ച് റേറ്റ് കമ്മിയായിട്ടാണ് എനിക്കവിടെ തോന്നിയത്. വലിയ കുഴപ്പമൊന്നുമില്ല മെറ്റീരിയൽ. അതുപോലെ തന്നെ നമുക്ക് കുർത്തീസിനൊക്കെ സെപ്പറേറ്റ് ദുപ്പട്ടാസ് അവിടെ ഉണ്ടായിരുന്നു. ജോർജറ്റ മെറ്റീരിയൽസിലും ഷിഫോൺ മെറ്റീരിയലും കോട്ടൺ ടൈപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ആ ഒരു തീമിലുള്ള ഒരു ഷോൾ അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം സാരീസാണ്. ഈ ബ്ലാക്ക് സാരി എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കൂടുതലും സ്റ്റോൺ വർക്കാണ്, സീക്വൻസ് ടൈപ്പ് സാരികളാണ് അവിടെ കൂടുതലുള്ളത്. ഒരു സാരി ഞാൻ ഡ്രൈപ്പ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിനൊരു 1500 രൂപ പറഞ്ഞു. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. സാരിക്ക് മാച്ചുള്ള റെഡിമെയ്ഡ് ബ്ലൗസുകളുടെ ഒരു ഹ്യൂജ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ചെറിയ സൈസും വലിയ സൈസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് പോണത് ബാഗ് നോക്കാനാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബാഗിൻ്റെ കളക്ഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഭയങ്കര ഒരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ ഒരു മെറ്റീരിയൽ ഒരു പ്ലാസ്റ്റിക് ഒരു ഫൈബർ ടൈപ്പാണ്. ഭയങ്കര ഇഷ്ടമായി. അതൊരു 550 ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പേൾസും വാലറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ടോയ്സിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു വലിയ മാർക്കറ്റാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ വന്ന വഴി തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. കാരണം അത്രമാത്രം കടകളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ സ്റ്റെക്കായത് കമ്മലുകളുടെ കട കണ്ടിട്ടാണ്. എൻ്റെ അമ്മോ, എന്തുമാത്രം കമ്മലുകളാണ്! ഏതൊക്കെ ടൈപ്പ് വേണം അതെല്ലാം ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. സാരിക്കും ചുരിദാറിനും മാച്ചായിട്ടുള്ള ഒരുപാട് കമ്മലുകളുണ്ട്. 5 രൂപ മുതൽ ആ ഷോപ്പിൽ കമ്മലുകളുണ്ട്. ഇതെല്ലാം 20-30 രൂപ ആ ഒരു റേറ്റിൽ വരുന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്. ചെറിയ സ്റ്റോണുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വായിക്കൊള്ളാത്ത ഏതൊക്കെയോ സ്വീറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ക്രൗഡായിരുന്നു ആ ഒരു സ്വീറ്റ്സിൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ. പക്ഷേ എനിക്ക് ആകെ ഒരു ആശ്വാസമായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കണ്ടപ്പോഴാണ്. അവിടെ കണ്ടപ്പോഴാണ് കുറച്ചൊരു സന്തോഷം തോന്നി. നമ്മുടെ ഇഡലിയും സാമ്പാറും വടയൊക്കെ കണ്ടപ്പോഴാണ് കുറച്ച് സമാധാനമായത്. എവിടെ പോയാലും നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് പിന്നെ ഉണ്ടാവുമല്ലോ അല്ലേ.
ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള കുറേ വളകളുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുർത്തിൻ്റെയും ജീൻസിൻ്റെ കൂടെ ഈ ഒറ്റ പീസ് ഇട്ടാൽ തന്നെ നമ്മുടെ ഒരു ലുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. സോ അതുപോലത്തെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കുറേ വളകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഓണമൊക്കെ ആവാറായില്ലേ, നല്ല സെറ്റ് സാരിക്ക് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് വളകളൊക്കെ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ വെറും 50 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ കുപ്പിവളകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, ഭയങ്കര കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അത്ര വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു ചേട്ടനെ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നു. നമ്മൾ ഒരു ഫോട്ടോ കൊടുത്ത് വെച്ചാൽ അപ്പം തന്നെ ആ ചേട്ടൻ കയ്യോടെ ചിത്രം വരച്ച് തരും. സോ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം നോക്കിയിരുന്നു. ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ അമ്പലമുണ്ട്. അവിടെ പൂജയും കാര്യങ്ങളും നടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാണ്ടായത്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.